മയക്കുമരുന്ന്, മറ്റ് സിന്തറ്റിക് ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിനും വിൽപ്പനയ്ക്കുമെതിരെ ജാഗ്രതാ സമിതി രൂപീകരിച്ച് ഡിവൈഎഫ്ഐ പള്ളുരുത്തി ഈസ്റ്റ് മേഖലാ കമ്മിറ്റി. ജാഗ്രതാ സമിതി രൂപീകരണ യോഗം കൊച്ചി കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി.എ. ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു. കടേപ്പാകം വാരിംസ് ഹാളിൽ വെച്ചാണ് മയക്കുമരുന്ന്, മറ്റ് സിന്തറ്റിക് ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിനും വിൽപ്പനയ്ക്കുമെതിരെ ഡിവൈഎഫ്ഐ പള്ളുരുത്തി ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജാഗ്രതാ സമിതി രൂപീകരിച്ചത്. യോഗം കൊച്ചി കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഡിവിഷൻ കൗൺസിലറുമായ വി.എ. ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു. ഈ യോഗം വിളിക്കുവാൻ ഉണ്ടായ വിഷയമാണ് മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തിനെതിരായി ജനങ്ങളെല്ലാവരും സംഘടിക്കണം എന്ന് ബോധ്യമുള്ളതുകൊണ്ടാണ് ഞാനും നിങ്ങളും ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പ്രശ്നമല്ല, ഒരു കുടുംബത്തിൻ്റെ പ്രശ്നമല്ല, ഇത് സമൂഹത്തിൻ്റെ ആകമാനമുള്ള പ്രശ്നമാണ്. അപ്പോൾ ആ അർത്ഥത്തിലാണ് ഞാനും നിങ്ങളും ഈ പ്രശ്നത്തെ ഗൗരവമായി സമീപിക്കുന്നത്. ഡിവൈഎഫ്ഐ പള്ളുരുത്തി ഈസ്റ്റ് മേഖലാ പ്രസിഡന്റ് കെ.ജെ. അശ്വതി അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി വി.എം. ധനീഷ് കുമാർ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ 21-ാം ഡിവിഷൻ കൗൺസിലർ സി.ആർ. സുധീർ, ഡിവൈഎഫ്ഐ എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ.സി. അരുൺകുമാർ, എസ്.ഡി.പി.വൈ വി.എച്ച്.എസ്.ഇ പ്രിൻസിപ്പൽ ബിജു ഈപ്പൻ, കെ.എം. ധർമ്മൻ മാസ്റ്റർ, എഡ്രാക് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ.എസ്. രമേശൻ, എ.ഡി.എസ് ചെയർപേഴ്സൺ ബിനു നൌഷാദ്, പി.എം.എസ്.ഇ ബാങ്ക് ഭരണസമിതി അംഗം എ.പി. റഷീദ്, റെസിഡൻസ് അസോസിയേഷൻ പള്ളുരുത്തി മേഖലാ പ്രസിഡന്റ് ജോർജ്, ഡിവൈഎഫ്ഐ പള്ളുരുത്തി ഈസ്റ്റ് മേഖലാ ട്രഷറർ അദ്വൈത് അനിൽ എന്നിവർ സംസാരിച്ചു. സമൂഹത്തിന്റെ പ്രതിരോധം തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ജാഗ്രതാ സമിതി നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രബലമായ ഒരു യുവജന സംഘടനയുടെ നേതൃത്വത്തിൽ ഇവിടെ വിളിച്ച് ചേർക്കപ്പെട്ടിട്ടുള്ളൂ. നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ പ്രദേശത്തടക്കം നമ്മൾ സ്ഥിരമായി കാണുന്ന ഒരു വലിയ അപകടത്തെ, എന്നാൽ ആ അപകടം കാണുമ്പോൾ പോലും പ്രതികരിക്കാനുള്ള ഉൾഭയം മൂലം മാറി നിൽക്കുന്ന ഒരു സമൂഹത്തെ, ഒരു കൂട്ടായ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു സമൂഹത്തെ, വലിയ ഒരു കൂട്ടമാകുമ്പോൾ നമ്മുടെ മനസ്സിൽ വന്നു ചേർന്നൊരു ധൈര്യമുണ്ട്. നമ്മളെല്ലാം ഒറ്റ കാണുന്ന തോന്നുമ്പോൾ ഉള്ള ഒരു ഭയത്തെ കൂട്ടായ്മയിലൂടെ ആ ഭയത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് വലിയ ഒരു ധൈര്യം പകർന്നു കൊടുത്ത് ഈ വിപത്തിനെ നേരിടുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ശരീരത്തെ കാർന്നു തിന്നുന്ന ഒരു മഹാരോഗമാണ് ക്യാൻസർ എന്ന് പറയുന്നത്. എന്നാൽ ശരീരത്തെയും മനസ്സിനെയും സമൂഹത്തെയും ആകെ തന്നെ കാർന്നു തിന്നുന്ന രോഗമാണ് ലഹരി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ ആ ഒരു വിപത്തിനെ കുറിച്ചിട്ട് വളരെ ദീർഘമായിട്ടുള്ള 2 സംസാരങ്ങളും നമുക്ക് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഞാനൊരു അധ്യാപകൻ എന്ന നിലയിൽ നമ്മുടെ സ്കൂളുകളിൽ ഈ തരത്തിലുള്ള പ്രവണതകൾ അഭിമുഖീകരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ അധ്യയന വർഷം ഇത്തരത്തിലുള്ള ജാഗ്രതാ സമിതികളെല്ലാം സ്കൂൾ തലത്തിലുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ ലഹരിക്കെതിരെയുള്ള നിരന്തരമായിട്ടുള്ള ക്യാമ്പയിനുകൾ സ്കൂൾ തലത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പൊതുജനങ്ങൾ, ഡിവിഷനിലെ റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികൾ, മറ്റ് ക്ലബ്ബുകളിലെ പ്രതിനിധികൾ, യുവജനങ്ങൾ, എ.ഡി.എസ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കുട്ടികൾക്ക് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എങ്കിൽ ധൈര്യമായി തിരഞ്ഞെടുക്കാം അരൂർ ഗ്രേസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. അരൂരിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വിദ്യാലയത്തിൽ നൂതനമായ സൗകര്യങ്ങളാണ് കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ CBSE സിലബസ് അനുസരിച്ചുള്ള പാഠ്യപദ്ധതിയും. കൂടുതൽ വിവരങ്ങൾക്കായി 6238443261 എന്നീ നമ്പറിൽ ബന്ധപ്പെടുക.